മതവിദ്വേഷം, പരസ്പരമുള്ള വിരോധം, വർഗീയത ഇതൊക്കെ തെറ്റാന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ശരി എന്താന്ന് പറയാറില്ല. പലപ്പോഴും ഈ നെഗറ്റീവിനെ നെഗറ്റീവാന്ന് പറഞ്ഞ് എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത്തരം മനോഹരമായ ഒരു പോസ്റ്റുമായിട്ടാണ് അമിതാഭ് ബച്ചൻ വന്നിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ സതീഷ് ആചാര്യ എന്ന കാർട്ടൂണിസ്റ്റ് വരച്ച മനോഹരമായ ഒരു ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് അമിതാഭ് ബച്ചൻ മഹത്തരമായ ഒരു സന്ദേശം മുമ്പോട്ട് വെക്കുകയാണ്. അതായത് നമ്മളെ വിട്ടുപിരിഞ്ഞ, നമ്മളെ വിട്ടകന്ന ഏറ്റവും മഹാന്മാരായ കുറെ ആൾക്കാരെയാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ സക്കീർ ഹുസൈൻ, തബല വായിക്കുന്ന സക്കീർ ഹുസൈൻ, രത്തൻ ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ശ്യാം ബെനഗൽ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമയിലെ ഒരു ഡോയൻ, അതോടൊപ്പം മൻമോഹൻ സിംഗ്, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരിലും പ്രധാനമന്ത്രിമാരിലും ഒരാൾ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഒരു പാഴ്സി, ഒരു മുസ്ലിം, ഒരു സിഖ്, ഒരു ഹിന്ദു, ഇവർ 2024 നമ്മളെ വിട്ടകന്നു. ഈ രാജ്യം മുഴുവൻ അവരെ ഇന്ത്യക്കാരായിട്ടാണ് സ്മരിച്ചത്, അവരെ ഓർത്തത്. ആ രീതിയിൽ ദ പിക്ചർ സേസ് ഇറ്റ് ഓൾ എന്ന് അദ്ദേഹം പറയുന്നത് ഐക്യത്തിന്റെ, ഒരുമയുടെ, മതസൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു മെസ്സേജാണ്. വളരെ ഭംഗിയുള്ള, കാണാൻ രസകരമായ ഒരു ചിത്രവുമാണ്, കാണേണ്ടതുമാണ്. സക്കീർ ഹുസൈനെയും രത്തൻ ടാറ്റയും മൻമോഹൻ സിംഗിനെയും ശ്യാം ബെനഗാളിനെയൊക്കെ ഓർക്കുകയും ഇന്ത്യയുടെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളിൽ ഒന്നായ സാക്ഷാൽ അമിതാഭ് ബച്ചൻ ആ യൂണിറ്റിയുടെ സന്ദേശം കൊടുക്കുകയും ചെയ്യാറ്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ നെഗറ്റീവിന്റെ പുറകെ മാത്രം പോകും. രാജാസിംഗുമാരെ പോലുള്ള തലയ്ക്ക് വെളിവില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പുറകെ പോകും. അത് വിമർശിക്കപ്പെടണം, അതിന്റെ സംവാദത്തിൽ ഏർപ്പെടണം, ഒന്നും സംശയമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്വേഷം പറഞ്ഞാൽ അതിനെതിരെ പോകും. പക്ഷെ അതോടൊപ്പം ഈ പോസിറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്യണം. ചിലപ്പോഴെങ്കിലും ഈ നെഗറ്റീവുകളെ വിമർശിക്കാൻ വേണ്ടി പോലും നമ്മൾ എടുക്കുമ്പോൾ ആ നെഗറ്റിവിറ്റിക്ക് കുറെ കൂടെ സമൂഹത്തിൽ പ്രാധാന്യം കിട്ടുകയാണ്, ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. കാര്യം, തിന്മയെ എതിർക്കാനായി നമ്മൾ അതിശക്തമായി തന്നെ അതിനോട് ഡിബേറ്റ് ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം ഏറ്റവും നല്ല വഴി കൂടുതൽ പോസിറ്റീവിനെ സമൂഹത്തിൽ ഇൻസ്പയർ ചെയ്യുക, ഇത്തരത്തിലുള്ള നല്ല പോസ്റ്റുകളെ ഇൻസ്പയർ ചെയ്യുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നെഗറ്റീവ്സിന് മാത്രമാണ്, അല്ലെങ്കിൽ കോൺട്രവേഴ്സിക്ക് മാത്രമാണ് കൂടുതൽ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ വരുന്നത്. കാര്യം, ഒന്നെങ്കിൽ ആരെയെങ്കിലും വേറെ നിർത്തി, ആരെയെങ്കിലും അടിച്ച് എന്താ പറയുന്നത്, മറ്റേ ഭിത്തി കയറ്റി, അല്ലെങ്കിൽ എയറിലാക്കി. എയറിലാക്കാനല്ല, ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം പോസിറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം, ഒരു കൾച്ചർ നമ്മുടെ മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ, നമ്മുടെ ഇടയിലെല്ലാം വരണം. അത്തരം പോസിറ്റീവുകളെ പ്രൊമോട്ട് ചെയ്യുന്നതാകട്ടെ. ആ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മഹാന്മാരായ 4 പേർ, ഒരാളൊരു പാഴ്സിയാണ്, ഒരാളൊരു മുസ്ലിമാണ്, ഒരാളൊരു സിഖാണ്, ഒരാൾ ഹിന്ദുവാണ്, ഇനിയും ഒരുപാട് മറ്റു മതങ്ങളിൽ നിന്ന്, ഒരാൾ ക്രിസ്ത്യാനിയാണ്, ഒരാൾ ബൗദ്ധനാണ്, ഒരാൾ ജൈനനാണ്, ഒരാൾ ജൂതനാണ്, ഒരാൾ വിശ്വാസിയല്ല, ഒരാൾ നിരീശ്വരവാദിയാണ്. അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം സ്മരിക്കാൻ അമിതാഭ് ബച്ചന്റെ ഈ മനോഹരമായ പോസ്റ്റ് നമുക്കൊരു ഇടം തരട്ടെ. ജയ് ഹിന്ദ്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.